السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. മുഹ്രിം ഇങ്ങനെ മൃഗത്തിനൊന്നും കാണിച്ചു കൊടുക്കരുത്, നോക്കിയുടെ ഒരെണ്ണമുണ്ട് പോയി പിടിച്ചോ എന്നുള്ള രീതിയിൽ. അതായത് ഇഹ്റാമിലില്ലാത്ത ഒരാൾക്ക് വേട്ടയാടാൻ വേണ്ടി മുഹ്രിം കാണിച്ചു കൊടുക്കാൻ പാടില്ല. ലാ യുശീറുൽ മുഹ്രിമു ഇല സ്വൈദി ലികൈ യസ്താദുൽ ഹലാലു. അതായത് ഒരു രീതിയിലും നിസ്സാരമായ കാര്യത്തിലൂടെ പോലും ഇഹ്റാമിലുള്ള ആൾ വേട്ടയാടാനോ വേട്ടയാടുന്നതിനെ സഹായിക്കാനോ പാടില്ല. സിമ്പിൾ. അബ്ദുല്ലാഹിബ്നു ഖതാദ വിശദീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെയോടൊപ്പം സഹാബാക്കളും ഉണ്ടായിരുന്നു. ഒരു കൂട്ടം സഹാബാക്കളെ അദ്ദേഹം വേറൊരു വഴിയിലാണ് വിട്ടത്. അബൂ ഖതാദ അതിലൊരാളായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ കടൽ തീരത്തിൻ്റെ അരിയിലൂടെ യാത്ര ചെയ്യുക, നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടുന്നത് വരെ. അങ്ങനെ അവർ കടൽ തീരത്തിനോട് ചേർന്ന വഴിയിലൂടെ യാത്ര തുടങ്ങി. അവർ യാത്ര തുടങ്ങിയപ്പോൾ എല്ലാവരും ഇഹ്റാം കെട്ടി, അബൂ ഖതാദ ഒഴികെ ബാക്കി എല്ലാവരും. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹാബാക്കൾ ഒരു കൂട്ടം കാട്ടുകഴുതകളെ കണ്ടു. അബൂ ഖതാദ അതിനെല്ലാത്തിനും ഓടിച്ചു. എന്നിട്ട് ഒരെണ്ണത്തിനെ മുറിവേൽപ്പിച്ചു. അത് ഒരു പെണ്ണ് കാട്ടുകഴുതയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അവിടെ ഇറങ്ങി നിന്നു. എന്നിട്ട് കുറേ പേരൊക്കെ അത് തിന്നു. എന്നിട്ട് പരസ്പരം പറഞ്ഞു, അല്ല, നമ്മളിങ്ങനെ ഈ വേട്ടയാടിയ മൃഗത്തിൻ്റെ ഇറച്ചി കഴിക്കുക, ഇഹ്റാമിലല്ലേ നമ്മൾ എന്ന്. അങ്ങനെ ബാക്കിയുള്ള ഇറച്ചി മുഴുവൻ അവർ ചോദിച്ചുകൊണ്ട് യാത്ര തുടർന്നു. അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവർ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ ഇഹ്റാമിൽ ആയിരുന്നു, അബൂ ഖതാദ മാത്രം ഇഹ്റാമിലല്ല. ഞങ്ങളെല്ലാവരും ഒരു കൂട്ടം കാട്ടുകഴുതകളെ കണ്ടു. അപ്പോൾ അബൂ ഖതാദ അതിനെ ഓടിച്ച് ഒരെണ്ണത്തിനെ മുറിവേൽപ്പിച്ച് ഒരു പെണ്ണ് കാട്ടുകഴുതയെ പിടിച്ച് കൊണ്ടുവന്നു. ഞങ്ങളെല്ലാവരും അടവട്ടം കൂടിയിരുന്ന് അത് കഴിച്ചു, പാചകം ചെയ്ത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു, സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെങ്ങനെയാണ് ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടിയ മൃഗത്തിൻ്റെ ഇറച്ചി കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കഴിച്ചില്ല, അത് പൊതിഞ്ഞു കെട്ടി എടുത്തുകൊണ്ട് പോകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളാരല്ലേ അബൂ ഖതാദയോട് പറഞ്ഞ് അതിനെ വേട്ടയാടിയതാണോ, അവിടെ പോയി പിടിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ തിന്നോളൂ ബാക്കിയുള്ള ഇറച്ചി, കുഴപ്പമൊന്നുമില്ല എന്ന്. ഒരു രീതിയിലും സഹായിക്കാതിരിക്കുക, അത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അഖ്ബർനി അബ്ദുല്ലാഹി ഇബ്നു അബീ ഖതാദത അന്ന അബാഹു അഖ്ബറഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഹാജ്ജൻ ഫഖറജു മഅഹു ഫസറഫ ത്വായിഫതൻ മിൻഹും ഫീഹിം അബൂ ഖതാദ ഫഖാല ഖുദൂ സാഹിലൽ ബഹ്രി ഹത്താ നൽതഖിയ ഫഅഖദു സാഹിലൽ ബഹ്രി ഫലമ്മ انصرفوا അഹ്റമു കുല്ലുഹും ഇല്ലാ അബാ ഖതാദ ലം യുഹ്രിം فبينما هم يسيرون إذ رأوا حمر وحش فحمل أبو قتادة على الحمر فأقر منها أطانا فنزلوا فأكلوا من لحمها وقالوا أنأكل لحم صيد ونحن محرمون فحملنا ما بقي من لحم الآتاني فلما أتوا رسول الله صلى الله عليه وسلم قالوا يا رسول الله إنا كنا أحرمنا وقد كان أبو قتادة لم يحرم فرأينا حمر وحش فحمل عليها أبو قتادة فأقر منها أطانا فنزلنا فأكلنا من لحمها ثم قلنا أنأكل لحم صيد ونحن محرمون فحملنا ما بقي من لحمها قال أمنكم أحد أمره أن يحمل عليها أو أشار إليها قالوا لا قال فكلوا ما بقي من لحمها. ജീവനുള്ള ഒരു കാട്ടുകഴുതയെ മുഹ്രിമിന് ആരെങ്കിലും സമ്മാനമായി കൊടുത്താൽ അതിനെ സ്വീകരിക്കരുത്. ഇദാഹ്ദ ലിൽ മുഹ്രിമി ഹിമാറൻ വഹ്ഷിയൻ ഹയ്യൻ ലം യഖ്ബൽ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അസ്സാബ് ഇബ്നു ജസ്സാമ അൽ ലൈസിയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അയാൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു കാട്ടുകഴുതയെ സമ്മാനമായി കൊടുത്തു. അവർ അപ്പോൾ അൽ അബുവ അല്ലെങ്കിൽ വദ്ദാൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അദ്ദേഹം അത് നിരസിച്ചു, സ്വീകരിച്ചില്ല. അസ്സാബിൻ്റെ മുഖത്ത് ഒരല്പം സങ്കടം പോലെയോ അല്ലെങ്കിൽ നിരാശ പോലെയൊക്കെ കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ തന്നതുകൊണ്ട് മേടിക്കാതിരിക്കുന്നതല്ല, ഞാൻ മുഹ്രിമാണ്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു തരുന്നത്, എനിക്കത് മേടിക്കാൻ പറ്റില്ല. عن عبد الله بن عباس عن الصعب ابن جثامة الليثي أنه أهدى لرسول الله صلى الله عليه وسلم حمارا وحشيا وهو بالأبواء أو بودان فرده عليه فلما رأى ما في وجهه قال إن لم نرده إلا إن حرما.
മുഹ്രിമിന് എന്തൊക്കെ തരത്തിലുള്ള മൃഗങ്ങളെ കൊല്ലാം? മാ യഖ്തുലുൽ മുഹ്രിമു മിനദ്ദവാബി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് മുഹ്രിമിന് 5 തരത്തിലുള്ള മൃഗങ്ങളെ കൊല്ലാം, അതിൽ കുറ്റം ഇല്ല. കാക്ക, പരുന്ത്, തേള്, എലി, പേപ്പട്ടി, ഇത്രയും സാധനങ്ങളെ കൊല്ലുന്നതിന് കുഴപ്പമില്ല. عن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال 5 من الدواب ليس على المحرم في قتلهن جناح. وعن عبد الله بن دينار عن عبد الله بن عمر أن رسول الله صلى الله عليه وسلم قال. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്നും ഒരു ഭാര്യ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് മുഹ്രിമിന് കൊല്ലാം 5 തരം മൃഗങ്ങളെ. حدثني إحدى نسوة النبي صلى الله عليه وسلم عن النبي صلى الله عليه وسلم قال يقتل المحرم. ഹഫ്സ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് മുഹ്രിമോ അല്ലെങ്കിൽ മുഹ്രിം അല്ലാത്തയാളോ ആരായാലും 5 തരം മൃഗങ്ങളെ കൊല്ലാം. അവ എന്ന് പറയുന്നത് കാക്ക, പരുന്ത്, എലി, തേള്, പേപ്പട്ടി ഇവയാകുന്നു. قالت حفصة قال رسول الله صلى الله عليه وسلم 5 من الدواب لا حرج على من قتلهن الغراب والحداءة والفآرة والأقرب والكلب العقور. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് 5 തരം മൃഗങ്ങളെ കൊല്ലുന്നതിൽ കുറ്റമൊന്നും ഇല്ല. അത് ഹറമിൽ ആയാലും, അതായത് വേട്ടയാടാൻ പാടില്ലാത്ത സ്ഥലമാണ് ഹറം എന്ന് പറയുന്നത്, അത് മക്ക ഹറമാണ്, പരിശുദ്ധമായ സ്ഥലം. അവ കാക്ക, പരുന്ത്, തേള്, എലി, പേപ്പട്ടി ഇവയാകുന്നു. عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال 5 من الدواب كلهن فاسق يقتلن في الحرم الغراب والحداء والأقرب والفآرة والقلب العقور. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരുന്നു മിനായിലുള്ള ഗുഹയിൽ. അപ്പോഴാണ് സൂറത്തുൽ മുർസലാത്ത് ഇറങ്ങിയത്. അത് ഞങ്ങൾക്ക് ഓതിത്തന്നു, ഞങ്ങളത് നേരിട്ട് കേട്ടു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും. അപ്പോഴേക്കും ഒരു പാമ്പ് ചാടി വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊന്നേക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഓടിച്ചെന്ന് കൊല്ലാൻ നോക്കി, പക്ഷേ അപ്പോഴേക്കും അത് ഓടിപ്പോയി, രക്ഷപ്പെട്ടു ഓടുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ പൈശാചികത്വത്വം അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു, അതുപോലെ അതും ആ പാമ്പും നിങ്ങളുടെ പൈശാചികത്വം അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. عن عبد الله رضي الله عنه قال بينما نحن مع النبي صلى الله عليه وسلم في غار بمنى إذا نزل عليه والمرسلات وإنه ليتلوها وإني لا أطلقها من فيه وإن فاه لرطب بها إذ وثبت علينا حية فقال النبي صلى الله عليه وسلم اقتلوها فابتدرناها فذبحت فقال النبي صلى الله عليه وسلم وقيت شركم كما وقيتم شرها. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ള പല്ലി അതിനെ ഒരു ചീത്ത മൃഗമായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹം അതിനെ കൊല്ലണം എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. 3306 ഹദീസിൽ ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. عن عائشة رضي الله عنها زوج النبي صلى الله عليه وسلم أن رسول الله صلى الله عليه وسلم قال للوزغي فويسق ولم أسمعت أمر بقتله. മരങ്ങൾ വെട്ടാൻ പാടില്ല, ഹറമിലുള്ള മരങ്ങൾ, അതായത് മക്ക, പരിശുദ്ധമായ മക്ക എന്ന് പറയുന്ന ആ നാട്ടിലുള്ള മരങ്ങൾ വെട്ടാൻ പാടില്ല. ലാ യുഗ്ദദു ഷജറുൽ ഹറം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അവിടെയുള്ള മുൾച്ചെടികൾ പോലും ഹറമിലെ വെട്ടാൻ പാടില്ല. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഗ്ദദു ഷൗഖുഹു. ഇതിനെയൊക്കെ വേണമെങ്കിൽ ശാസ്ത്രീയ അത്ഭുതമായിട്ടൊക്കെ എടുക്കാം, അതല്ലെങ്കിൽ ഒരു മത നിയമമായിട്ട് എടുക്കാം, രണ്ടും ആവാം. കാരണം മരങ്ങളാണ് ഓക്സിജൻ തരുന്നതെന്നും മഴ പെയ്യിപ്പിക്കുന്നതെന്നും ഒക്കെ നമുക്ക് അറിയാം. അപ്പോൾ ആ മരുഭൂമിയിൽ ആ കൂടെ ഉള്ള മുള്ളുള്ള ചെടിയാണെങ്കിൽ പോലും വെട്ടരുത് എന്നായിരുന്നു റസൂൽ പറഞ്ഞത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ റസൂലിന് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു, അതല്ലെങ്കിൽ റസൂൽ പറയുന്നത് അള്ളാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സഅദ് ഇബ്നു അബി സഈദ് അൽ മഖ്ബൂരി വിശദീകരിക്കുന്നു, അബൂ ശുറൈഹ് അൽ അദവി പറഞ്ഞതായിട്ട്
അദ്ദേഹം അംർ ബിൻ സഅദിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മക്കയിലേക്ക് പട്ടാളത്തിന് അയക്കുകയായിരുന്നു അബ്ദുല്ലാഹി ബിൻ സുബൈറുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നേതാവേ അല്ലെങ്കിൽ അമീറെ, എന്നെ പറയാൻ അനുവദിക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് എന്നോട് പറഞ്ഞത്, മക്ക ഫതഹിൻ്റെ ദിവസം പറഞ്ഞ കാര്യങ്ങൾ. എൻ്റെ ചെവികൾ അത് ഞാൻ നേരിട്ട് കേട്ടു. എൻ്റെ ഹൃദയം അത് മനസ്സിലാക്കി. വളരെ ഉറപ്പോടുകൂടി അല്ലെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ്, ഇവിടുത്തെ ആളുകളല്ല മക്കയെ ഹറം ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പരിശുദ്ധമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെയാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, ഖിയാമത്ത് നാളിലും വിശ്വസിക്കുന്നത്, അവരാരും ഇവിടെ രക്തം ചൊരിയരുത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യരുത്, അക്രമം ഉണ്ടാക്കരുത്, ഇവിടെയുള്ള മരങ്ങൾ വെട്ടരുത്. ആരെങ്കിലും നിങ്ങളുമായി തർക്കിക്കുകയോ അല്ലെങ്കിൽ വാദിക്കുകയോ ചെയ്താൽ, അതായത് യുദ്ധം ഹറമിൽ അനുവദനീയമാണ്, കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹ് എന്ന് പറയുന്ന ഒരു യുദ്ധമായിരുന്നു. അത് യുദ്ധം നടന്നില്ല, പക്ഷെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് വച്ചിട്ട് ആരെങ്കിലും പറയുകയാണ് മക്കയിൽ യുദ്ധം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവനോട് പറയുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി അതിന് അനുവാദം കൊടുത്തു. ആ ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രം, ഏതാനും മണിക്കൂറുകൾക്ക് മാത്രം. അതിനു മുമ്പ് അത് പ്രത്യേക ഹദീസുകൾ നമ്മൾ നേരത്തെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള ആർക്കും ഇത് അനുവാദം ഉണ്ടായിരുന്നില്ല ഇവിടെ യുദ്ധം ചെയ്യാൻ. എനിക്ക് ശേഷവും ആർക്കും അനുവാദമില്ല എന്ന് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കാർക്കും അള്ളാഹു അനുവാദം തന്നിട്ടില്ല എന്ന് പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, അള്ളാഹു എനിക്ക് അനുവദിച്ചു ഏതാനും മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം, അതേ ഒരു ദിവസത്തേക്ക് മാത്രം, ആ വിജയത്തിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ ഇന്ന് അതിൻ്റെ പരിശുദ്ധി നിലനിൽക്കുന്നുണ്ട്, മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ. അപ്പോൾ റസൂലിന് മുമ്പും അത് ഹറമാണ്, അതിന് ശേഷവും ഹറമാണ്. ഏതാനും മണിക്കൂറുകൾ നേരത്തേക്ക് മാത്രം അത് ഹറം അല്ല, അല്ലെങ്കിൽ അവിടെ യുദ്ധം ചെയ്യുന്നതിന് അനുവാദമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉള്ളവർ ആരൊക്കെയാണോ അവരെല്ലാവരും ഇവിടെ ഇല്ലാത്തവരോട് അല്ലെങ്കിൽ ഇനി വരാനുള്ള സമുദായങ്ങളോട് അറിയിച്ചു കൊടുക്കുക ഇതേ വാർത്തയെപ്പറ്റി അല്ലെങ്കിൽ ഇതേ സത്യത്തെപ്പറ്റി. അബൂ ശുറൈഹിനോട് ചോദിക്കപ്പെട്ടു, അമർ എന്ത് മറുപടിയാണ് തന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമർ പറഞ്ഞതായിട്ട്, അല്ലയോ അബൂ ശുറൈഹെ, നിന്നേക്കാളും കൂടുതൽ എനിക്ക് ഇത് അറിയാം ഈ കാര്യത്തിനെ പറ്റി. പക്ഷെ മക്ക പാപികൾക്ക് അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് അല്ലെങ്കിൽ കൊലപാതകികൾക്ക് അല്ലെങ്കിൽ കള്ളന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്നില്ല. അപ്പോൾ പാപികളോ കൊലപാതകികളോ കള്ളന്മാരോ ഒക്കെ ആയ ആളുകൾ അവിടെ കയറി അഭയം പ്രാപിച്ചാൽ അവരെ പിടിച്ചുകൊണ്ട് പോവുകയോ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരെ പുറത്താക്കാൻ വേണ്ടി അവരുമായി യുദ്ധം ചെയ്യുകയോ ചെയ്യാം എന്നാണ് അംറിൻ്റെ അഭിപ്രായം. قال لعمرو بن سعيد وهو يبعث البعوث إلى مكة إذن لي أيها الأمير أحدثك قولا قام به رسول الله صلى الله عليه وسلم الغداء من يوم الفتح فسمعته أذناي وواه قلبي وأبصرته عيناي حين تكلم به إنه حمد الله وأثنى عليه ثم قال إن مكة حرمها الله ولم يحرمها الناس فلا يحل لامرئ يؤمن بالله واليوم الآخر أن يفسق بها دما ولا يعضد بها شجرة فإن أحد ترخص لقتال رسول الله صلى الله عليه وسلم فقولوا له إن الله أذن لرسول الله صلى الله عليه وسلم ولم يأذن لكم وإنما أذن لي ساعة من نهار وقد عادت حرمتها اليوم كحرمتها بالأمس وليبلغ الشاهد الغائب. فقيل لأبي شريح ما قال لك عمرو قال أنا أعلم بذلك منك يا أبا شريح إن الحرم لا يعيذ عاسيا ولا فارا بدم ولا فارا بخربة بلية. പൊതുവെ മരങ്ങൾ വെട്ടരുക എന്ന് പറയുന്നത് അവിടെ സാധാരണ രീതിയിൽ മുളയ്ക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു മുളപ്പിക്കുന്ന മരങ്ങളെ ഉദ്ദേശിക്കുന്നു. നമ്മളെന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് ഒഴിവാണ് എന്ന് വിശദീകരണത്തിൽ പറയുന്നു. ഈ മക്കയിൽ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊലപാതകികൾക്കൊന്നും സംരക്ഷണമില്ല എന്ന് പറയുന്നത് ഏകദേശം ഈ അടുത്ത കാലത്ത് അൽ കഹ്താനി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ സ്വയം മഹദിയാണ് എന്ന് പ്രഖ്യാപിച്ച് അയാളുടെ പട്ടാളമൊക്കെ ആയിട്ട് കാബയെ കീഴടക്കുകയും അവിടെ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ ജുമാ നമസ്കാരങ്ങളൊന്നും ഇല്ലാതെ
ഒരു ജമാഅത്തും ഇല്ലാതെ അടച്ചിടുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ അകത്തായിരുന്നു. പക്ഷേ അയാളെ അവസാനം അവിടെ കയറി യുദ്ധം ചെയ്ത് എല്ലാത്തിനും വെടിവെച്ച് വന്നു. അത് ചെയ്യാൻ വേണ്ടി സൗദി ഗവൺമെൻറ്റിനെ സഹായിച്ചത് ഫ്രഞ്ച് കമാൻഡോകളായിരുന്നു. ഫ്രാൻസിൽ നിന്നുള്ള കമാൻഡോകൾ അവർ വന്നിട്ടാണ് ഇവരെ കീഴടക്കി കൊടുത്തത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്യാം എന്നാണ് മനസ്സിലാക്കുന്നത് മുമ്പോട്ടും. പക്ഷേ അത് പൊതുവേ ഹറമാണ്, നമുക്കൊന്നും അത് അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെയുള്ള മൃഗങ്ങളെ, ഹറമിലുള്ള മൃഗങ്ങളെ ഓടിക്കുകയോ അല്ലെങ്കിൽ പിടിക്കാൻ ശ്രമിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. ലാ യുനഫറു സ്വൈദുൽ ഹറം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അള്ളാഹു മക്കയെ പരിശുദ്ധമായ ഒരു ഹറം ആക്കിയിരിക്കുന്നു. അത് എനിക്ക് മുമ്പും ഹറമാണ്, അത് എനിക്ക് ശേഷവും ഹറം ആയി തന്നെ തുടരും. എനിക്ക് മാത്രം അതിന് അനുവാദം തന്നിരുന്നു, അതായത് എനിക്ക് അവിടെ യുദ്ധം ചെയ്യാൻ അനുവാദം തന്നിട്ടുണ്ട് ഏതാനും മണിക്കൂറുകളോളം ഒരു ദിവസത്തേക്ക്. അവിടെയുള്ള കുറ്റിച്ചെടികളെ പോലും പറിക്കാൻ അനുവാദം ഇല്ല, അല്ലെങ്കിൽ അവിടെയുള്ള മരങ്ങൾ വെട്ടാൻ പാടില്ല. അവിടെയുള്ള മൃഗങ്ങളെ ശല്യപ്പെടുത്തുകയോ ഓടിക്കുകയോ ചെയ്യാൻ പാടില്ല. അവിടെ വീണ് കിടക്കുന്ന സാധനങ്ങൾ, ആരെങ്കിലും പേഴ്സോ മൊബൈലൊക്കെ വീണ് കിടക്കുകയാണെങ്കിൽ അത് എടുക്കാൻ പാടില്ല. ഇനി എടുക്കണം എന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് പരസ്യമായി വിളിച്ച് പറയണം, എന്താ ഇവിടെ ഒരു മൊബൈൽ വീണ് കിടക്കപ്പുണ്ട്, ആരെങ്കിലും ആണോ എന്ന് മലയാളത്തിലല്ല അറബി ചോദിക്കണം, കാരണം കേൾക്കുന്നവർക്ക് മനസ്സിലാവണ്ടേ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെ ചെയ്തിട്ട് മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ പലരും പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറയുന്നത് അവിടെ എടുത്തു കഴിഞ്ഞാൽ അത് കളവായിട്ട് കണക്കാക്കുമെന്നും പോലീസ് കണ്ടാൽ പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീണ് കിടക്കുന്ന കണ്ടാൽ എടുക്കാൻ പാടില്ല എന്നുള്ള ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ ഗവൺമെൻറ് ജോലിക്കാരെ അല്ലെങ്കിൽ പട്ടാളം പോലീസിനെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുക, എടുക്കരുത്, നമ്മൾ നേരിട്ട് എടുക്കരുത്. അൽ അബ്ബാസ് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, അൽ ഇദ്ഖിർ ഒരു പ്രത്യേകതരം പുല്ലാണ്, അതൊഴിച്ച്, കാരണം നമ്മുടെ സ്വർണ്ണപ്പണിക്കാരും പിന്നെ ഖബറിൽ മൂടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഖബറിൽ പല വയ്ക്കുമ്പോൾ താഴേക്ക് മണ്ണ് വീഴാതിരിക്കാൻ ആ വിടവിൽ അവിടെയുള്ള എന്തെങ്കിലും ചെടികളോ പുല്ലൊക്കെ വെട്ടി വയ്ക്കാറുണ്ട്. അപ്പോൾ അവിടെ മക്കയിലുള്ളവർ അന്ന് ഉപയോഗിച്ചിരുന്ന ഇദ്ഖിർ എന്ന് പറയുന്നൊരു പുല്ലായിരുന്നു. സ്വർണ്ണപ്പണിക്കാരും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഖിർ ഒഴികെ. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ജീവിക്കണമല്ലോ, അല്ലെങ്കിൽ മറവ് ചെയ്യണമല്ലോ, അതുകൊണ്ട് അതിന് മാത്രം ഒഴിവ് തന്നിട്ടുണ്ട്. ഇക്രിമ പറയുന്നു, ഓടിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുന്നത് അവിടെയുള്ള മൃഗങ്ങളെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിനക്കറിയാമോ? അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെയുള്ള ഏതെങ്കിലും തണലിൽ അവ വന്നിരിക്കുകയോ കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഓടിച്ചു വിട്ടിട്ട് ആ സ്ഥലത്ത് പോയി നമ്മൾ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. عن ابن عباس رضي الله عنهما أن النبي صلى الله عليه وسلم قال إن الله حرم مكة فلم تحل لأحد قبلي ولا تحل لأحد بعدي وإنما أحلت لي ساعة من نهار لا يختل خلاها ولا يعضد شجرها ولا ينفر صيدها ولا تلتقط لقطتها إلا لمعرفا. وقال العباس يا رسول الله إلا الإذخر لصاغتنا وقبورنا. فقال إلا الإذخر. وعن خالد عن عكرمة قال هل تدري ما لا ينفر صيدها هو أن ينحيه من الظل ينزل مكانه. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.